അയ്യോ കരയണ എന്തിനാ? ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. വിവാൻകുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ എല്ലാവരും ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. വർഷക്കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പേ വീണ്ടും കെട്ടിപ്പിടിച്ച് അവനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര സന്തോഷം. ഇന്നലെ രാത്രിയൊന്നും ഉറങ്ങിയിട്ടില്ല. എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം സ്കൂളിലേക്ക് ചോക്ലേറ്റ് കൊടുത്തു വിടുന്നുണ്ട്. ലാസ്റ്റ് ഇയർ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ടീച്ചറോട് നേരത്തെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നട്സ് ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ് കൊടുക്കാമെന്ന്. ഗിഫ്റ്റൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ച് ഈ പ്രാവശ്യം വർഷക്കുട്ടിയും സർപ്രൈസായിട്ട് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏട്ടന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു കേട്ടോ. അതിനുശേഷം ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഇന്ന് ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറും. അതാകുമ്പോൾ രാത്രിയിലത്തേക്കൂടെ ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് വിവാഹയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ കേക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പം വിവാഹക്കുട്ടി വന്നിട്ടില്ല, സ്കൂളിലാണ്. സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യണം. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു കുഞ്ഞു കേക്ക് കട്ടിങ്ങും അത്രയൊക്കെ ഉള്ളൂ. അപ്പം തന്നെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നിങ്ങളെ ഞാൻ അപ്പം കാണിക്കാം. അടിപൊളി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഒരേ മഴ തന്നെ, മഴയും കാറ്റും. സൗണ്ട് നോക്ക്, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്ന് വിവാഹക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ബലൂൺ മേടിക്കാൻ വേണ്ടി ആസ്ട്രേലിയയിലേക്ക് പോവാണ്. കേക്ക് ഓൾറെഡി ഓർഡർ ചെയ്തത് വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചായിരുന്നു രാവിലെ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാന്ന്, പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം ഞാൻ കേക്ക് ഉണ്ടാക്കാത്തതിൻ്റെ? നല്ല തീരുമാനം പോലും. ശരി, ഇതാണ് കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാഞ്ഞത്. അത് മാത്രമല്ല സാധനങ്ങളൊക്കെ കുറവായിരുന്നു. രാവിലെ പോയി അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ അങ്ങ് മടിച്ചു. ഈ മഴ കാരണം എങ്ങോട്ടും പോകാനും തോന്നുന്നില്ല. പിന്നെ കേക്കൊക്കെ വന്നതിന് ശേഷം എന്താ വിചാരിച്ചു, ഇനി ബലൂണായിട്ട് ഇനി കുറയ്ക്കണ്ട, ബലൂൺ ഇരിക്കട്ടെ, അപ്പോഴല്ലേ ആ ഒരു വൈബ് കിട്ടത്തുള്ളൂ, ആ ഒരു ബർത്ത്ഡേയുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോണതാണ്. പിന്നെ ഇച്ചിരി ചിക്കനും വാങ്ങണം ഇല്ലേ. അങ്ങനെ അവനിഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി കൊടുക്കണം. അവനിഷ്ടം ചീസും ബട്ടറും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ഇന്നൊരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി, ഞങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞു പാർട്ടി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ആസ്ട്രേലിയ എത്തി കേട്ടോ. പാർക്കിങ്ങിലോട്ട് പോവാണ്. മഴയാണേലും തിരക്കിനൊന്നും ഒരു കുറവില്ലല്ലേ. ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഇന്നിട്ട് ഇത്രയും തിരക്ക്? അവധിയുള്ള ദിവസമൊന്നും അല്ലല്ലോ. ഈസ്റ്റർ എഗ്ഗാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കുഞ്ഞു നോക്ക്, റെയിൻഡിയർ. നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനും കാണാൻ. നോക്ക, വലിയ മുട്ട. എന്തൊക്കെ ഷേപ്പ് അല്ലേ. ഗാലക്സി മുട്ട മേടിക്കണം. മുട്ട ലിൻഡിൻ്റെ വന്നിട്ടുണ്ട്, എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട്. ഉണ്ടോ? ഡയറി മിൽക്ക് ക്വാളിറ്റിയുടെ വന്നിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. നോക്ക്, ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യരുത്, എന്നാ പിന്നെ ഒന്നും മേടിക്കാൻ തോന്നുന്നില്ല. ബർത്ത്ഡേ ബലൂൺസ് ഒക്കെ ഇരിക്കുന്നു. വേണോ? ഇത് വേണോ? 8 ഒക്കെ ഉള്ളൂ, നമ്മുടെ ഒന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ബലൂൺ ഉണ്ട്. വേണ്ട അല്ലേ, അത് വേണ്ട, മറ്റേ ബലൂൺ മതി. കാർഡ് വേണോ? ഫണ്ണി ഗയ്യ. അത് അവനെ തന്നെ ഉദ്ദേശിച്ചല്ലേ എടുത്ത്. വേണോ? ബർത്ത്ഡേ കാർഡ് വേണോ?
വർഷയുടെ കൊടുക്കാനോ? ശരിയെന്ന്. ഇവിടെ പിന്നെ ബർത്ത്ഡേ കാർഡിനൊക്കെ നല്ല സെയിലാണ്. ബർത്ത്ഡേ കാർഡ് നല്ല എല്ലാ കാർഡിനും. കാരണം ഇവിടെ ഇപ്പോഴും ആൾക്കാരെല്ലാവരും കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് പരസ്പരം. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം അങ്ങനെ കാണാറില്ലല്ലോ. ഈ ഒരു സെക്ഷനിലോട്ട് നോക്ക്, ഇവിടെ മൊത്തം കാർഡാണ്. നോക്ക് എത്ര കിടക്കും, കടൽ പോലെ കിടക്കും. കിഡ്സിൻ്റെ സെക്ഷൻ, കിഡ്സിനുള്ള ബർത്ത്ഡേ, കിസ് ബർത്ത്ഡേ, അങ്ങനെ ഓരോരോ കാറ്റഗറിയുടെയാണ് കേട്ടോ. ഏജ്, അഡൾട്ട്സ്, ഏതാ വേണ്ടേ വെക്കേഷൻസ് വരുമ്പോൾ കൊടുക്കാനുള്ളത്. അങ്ങനെ മെറ്റാലിക്ക ഗേളല്ല ബോയ്. 15 ബലൂൺസ് ഇരിക്കുന്നു. അതുകൊണ്ട് ഇത് മേടിച്ചാൽ ഗ്രീന്. അവർ ഡ്രസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാങ് ചെയ്യാനുള്ള മറ്റേത് വേണ്ട. അതുകൊണ്ട് ഇത് കിഡ്സ്. നമ്മൾ ബലൂൺ എടുത്തു. പിയർ, അത് ആപ്രിക്കോട്ട്. കൈമാറ്റം ആപ്രിക്കോട്ടിൻ്റെ മരം. പോകുന്നു ഗൈസ്. കുറച്ചുകൂടെ താമസിച്ച് വന്നിരുന്നെങ്കിൽ വർഷക്കുട്ടികളെ വിളിച്ചിട്ട് പോകായിരുന്നു. അവിടെ നേരത്തെ നിന്ന് വരും, ബസ് സ്റ്റോപ്പിൽ നിന്ന്. പക്ഷെ വിവാൻ വീട്ടിലിപ്പോൾ വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ പോയേ പറ്റും. സ്കൂൾ ഇവിടെ സമയം കറക്റ്റ് 1 മണി. ഇനിയിപ്പോൾ ഇവിടെ മൊത്തം വണ്ടിയാവും. ഞാൻ ഇതുകൊണ്ട് അകത്ത് വെച്ചിട്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ അമ്മാവനെടുത്ത് വെച്ചത്. രണ്ടെണ്ണം കീറി വെച്ചാലോ? ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയുടെ ഞങ്ങൾ ഒരെണ്ണം അവിടെ ഒട്ടിച്ചു, ഒന്നും ഇതുകൊണ്ടില്ല. വഴിയുടെ നടുവഴിയിൽ എന്തിനാ അവിടെ ഒട്ടിച്ചെന്ന് അറിയത്തില്ല. കളിച്ചട ബർത്ത്ഡേ ബോയ് എല്ലാവർക്കും കൊടുത്ത ചോക്ലേറ്റ്. എല്ലാം നല്ല സന്തോഷം. ഞാൻ കാണിച്ച ചോക്ലേറ്റ് ശരിക്കും താങ്ക് യു വിവ. നല്ല ജനറസ് ആണ് എല്ലാവരും. ആണോ? ചോക്ലേറ്റ് എല്ലാവർക്കും തികഞ്ഞോ? ഗിഫ്റ്റാ? ആ ഇല്ല, 5 ബോക്സ് ഇല്ലേ? കറക്റ്റ് കേട്ടു. കൊള്ളാം, നൈസ്. ബർത്ത്ഡേ ബോയ് തന്നെ വന്ന് ബലൂൺ കൊടുത്ത. വിവാൻകുട്ടി സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് ബലൂണൊക്കെ ഒട്ടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അവനും കൂടെ വന്നിട്ടാണ് ബലൂൺ വീർപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ മേളിൽ സീലിങ്ങിലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ കബാബിന് വേണ്ടിയുള്ള മലായ് കബാബ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് മലായ് കബാബ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ ആദ്യം വിചാരിച്ച് ചിക്കൻ ലെഗ് മേടിച്ചിട്ട് ഫ്രൈ ചെയ്യാമെന്നൊക്കെയാണ്. പിന്നെ വിചാരിച്ച് രാത്രിയായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട, ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. മലായ് കബാബ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതിലേക്ക് പച്ചമുളകും നമ്മുടെ മല്ലിയില, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ നാരങ്ങ നീര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചതും കൂടെ വേണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കുറച്ച് ഫ്രഷ് ക്രീമും എല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി കുറച്ച് ഗരം മസാലയും ഇതും കൂടെ ചേർക്കാനുണ്ട്. അങ്ങനെ മലായ് കബാബിനുള്ള മസാലയൊക്കെ പുരട്ടി എല്ലാം സെറ്റാക്കി ഇനി ഒന്ന് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മാരിനേറ്റ് ആയിട്ട് വരും. നേരത്തെ തന്നെ നമ്മൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് എല്ലാ മസാലയും പിടിക്കുകയാണ്. എന്തായാലും ഞാൻ വൈകിട്ടത്തേക്ക് ഇത് കബാബ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈം ഉണ്ട് എനിക്ക്. ഇനിയും പോയിട്ട് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് പോയി കേക്ക് കട്ട് ചെയ്യാം. നോക്കട്ടെ അങ്ങനെ പൊക്കിക്കും. ഞാൻ അത് എടുത്തതാ സലോട്ടൊക്കെ മാറ്റിയത്. എന്റെ പേരുണ്ടല്ലോ. പേരുണ്ടാ? ഇഷ്ടപ്പെട്ടാ? അവള് കണ്ടില്ല, പക്ഷെ ഉണ്ടെന്ന് കണ്ടു ഫ്രിഡ്ജിൽ നോക്കി.
ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. അതിന് മുമ്പായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ബലൂൺ മേളിലിരിക്കുമ്പോൾ നമുക്ക് ഫോട്ടോയിൽ ബലൂൺ കാണുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും ഡെക്കറേഷൻ ഒന്നുകൂടെ മാറ്റി ബലൂണൊക്കെ താഴത്തോട്ട് വെച്ചു. Happy birthday to you. Happy birthday to you. Happy birthday dear Vivan. Happy birthday to you. കഴിച്ചോ? ഹാപ്പി അമ്മയെ കൊടുത്തു, ചെറിയ പീസ് അമ്മയെ കൊടുത്തു. ഞാൻ മേടിച്ചത് ചേച്ചി മേടിച്ചതാ. ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. ചേച്ചി പൈസ ചോദിച്ചു. ഇത് ഞാൻ ഇത് പിച്ചെടുത്തോ? കുഴപ്പമില്ല, വലിച്ചെടുത്തോ. പസിൽ പസിൽ ഇഷ്ടപ്പെട്ടാ? ചേച്ചിയുടെ ഗിഫ്റ്റ്. എന്തുവാ, തുറന്നു നോക്കിയാൽ തന്നെ അറിയോ. എന്താ അത്? അയ്യോ, കരയണ എന്തിനാ? അയ്യോടാ, എന്തിനാ കരയണേ? അയ്യോ പാവ, കരയാത്. അച്ഛൻ മക്കൾ വേർത്ത് മേടിച്ചത് മക്കൾ ചോദിച്ചോണ്ടിരുന്നില്ലേ? ഓക്കെ. അയ്യോ പാവ. ഈ ഗിഫ്റ്റ് കുറേ നാളായിട്ട് അവൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് സങ്കടം വന്നത്. ഒരു 4-5 മാസം മുമ്പേ ചോദിച്ചതാണ് ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിനക്ക് വാങ്ങിത്തരാം, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാവശ്യം സർപ്രൈസായിട്ട് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കരഞ്ഞു പോയത് ആൾ. പിന്നെ ഈ പ്രാവശ്യം ഒട്ടും ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഷൂ വാങ്ങിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞായിരുന്നു അതാണ് ഗിഫ്റ്റ് എന്നുള്ളത്. പിന്നെ ഡ്രസ്സാണെങ്കിലും ഏട്ടൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ നാട്ടിലെ ആമസോൺ വഴി ഓർഡർ ചെയ്തതാണ്. ഡ്രസ്സ് ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വർഷക്കുട്ടിയാണെങ്കിലും അവിടെ പോക്കറ്റ് പണിയിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിക്കുന്നതും വിവാന് വേണ്ടിയുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അവൾക്ക് പോലും അവളൊന്നും വാങ്ങിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അവൻ്റെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത്, അവിടെ ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കാം. ഈ കബാബ് ഉണ്ടാക്കുന്നത് ഞാൻ തവയിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം OTG ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്, പിന്നെ പ്ലാൻ മാറ്റി. ഇത് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ തവയിൽ ചെയ്യുമ്പോൾ. അതിൽ നമ്മൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഓൾറെഡി ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീസ് പറാത്തയും റെഡിയാക്കാം. ഓൾറെഡി കേക്ക് കഴിച്ച് വയറ് ഫുള്ളായിരിക്കും, വിശപ്പൊന്നും ഇല്ല. പിന്നെ എന്നാലും കഴിക്കണം അങ്ങനെ. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം തന്നെ അത് ആ എല്ലാ സൈഡും ഈവനായിട്ട് കുക്കാവത്തുള്ളൂ. അവസാനം നമ്മൾ ഇതുപോലെ ഗ്യാസിൻ്റെ സ്റ്റൗവിൽ വെച്ചിട്ട് ഫുള്ളൊന്ന് തീയിൽ കാണിക്കണം. അപ്പം നമ്മുടെ കബാബ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ റെഡിയാക്കി എടുത്തു. അങ്ങനെ വിവാൻകുട്ടിക്ക് ഫസ്റ്റിലേ കൊടുത്തു കേട്ടോ. അപ്പോൾ മേളിൽ അവൻ്റെ സർക്യൂട്ടൊക്കെ ഇരിക്കുന്നതും തറയിലിരുന്നാണ് കഴിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ലോഗ്. അതിനുശേഷം ഞാനും ഏട്ടനും ഒക്കെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അന്നേരം ഒന്നും വീഡിയോ എടുത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.